നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച ടേംസ് ഓഫ് റഫറൻസിൽ തീരുമാനമായി. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള നവംബർ 7-8 തീയതികളിൽ തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ന്നു. വെള്ളിയാഴ്ച പവന് 240 രൂപ കുറഞ്ഞ് 21,680 രൂപയിലെത്തി. സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായരുടെയും ബിജുവിന്റെയും റിമാൻഡ് കാലാവധി ഹോസ്ദുർഗ് കോടതി ഒക്ടോബർ 24 വരെ നീട്ടി. വാർത്തകൾ വിശദമായി. സോളാർ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണ വിഷയങ്ങൾ പ്രഖ്യാപിച്ചു. സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. 6 പരിഗണനാ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ യോഗം സോളാർ വിവാദത്തിലെ ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച ടേംസ് ഓഫ് റഫറൻസിന് രൂപം നൽകിയിരിക്കുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ, സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉത്തരവാദി ആര്, തട്ടിപ്പ് കമ്പനിക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും സഹായം ചെയ്തോ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് നിയമം പര്യാപ്തമാണോ, തട്ടിപ്പിനിരയായവർക്ക് തുക തിരികെ കിട്ടാൻ എന്തൊക്കെ നടപടികൾ എടുക്കാനാകും തുടങ്ങി 2006-ലെ LDF സർക്കാരിന്റെ കാലത്ത് മുതലുള്ള ആക്ഷേപങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ടേംസ് ഓഫ് റഫറൻസിൽ മുഖ്യമന്ത്രിയോ ഓഫീസിനെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അന്വേഷണ പരിധിയിൽ തന്നെയോ തന്റെ ഓഫീസിനെയോ ഉൾപ്പെടുത്തണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജിയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി ലഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സോളാർ കേസിൽ തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും മൊഴിയെടുക്കുക മാത്രമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കേസിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള 2013 നവംബർ 7-8 തീയതികളിൽ തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോസ്ദുർഗ് സബ് ജില്ലയിലെ ഹോസ്ദുർഗ് മേളകളുടെ സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ അത് നടത്തുന്ന തീയതികളും ഏകദേശം വിവിധ തലങ്ങളിൽ ധാരണയായിട്ടുണ്ട്. ആദ്യമായി ശാസ്ത്രമേളയാണ് നടക്കുന്നത്. അത് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ധാരണ വന്നപ്പോൾ അതവിടുത്തെ ബഹുമാനായ എൻ്റെ സുഹൃത്തു കൂടിയായ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ സുധാകര സാറും ഒക്കെയായി സംസാരിച്ചപ്പോൾ അവർ വളരെയേറെ സന്തോഷത്തോടു കൂടി അത് സ്വാഗതം ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ട് അവർ സ്വാഗതം ചെയ്തു, അതുകൊണ്ട് ഞാൻ അവിടെ ആ പേര് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർദ്ദേശിച്ചു എന്ന് ചോദിച്ചാൽ അവിടുത്തെ നാട്ടുകാരുടെ താല്പര്യവും അതുപോലെ തന്നെ അവരുടെ ആവേശവും പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല പരിപാടികളിലും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ അവിടെ വളരെ എത്തിപ്പെടാൻ അല്പം പ്രയാസമുണ്ടെങ്കിൽ കൂടി ആ പ്രദേശത്ത് ഇത്തരമൊരു മഹോത്സവം, ഒരു വലിയൊരു ഉത്സവം നടത്താൻ വേണ്ടി തീരുമാനമായത്. ഏകദേശം 3000-ഓളം കുട്ടികൾ 2 ദിവസങ്ങളിലായി നവംബർ 7-8 തീയതികളിലായി പങ്കെടുക്കുന്ന ഒരു മേള. ജഡ്ജസ് അടക്കം മറ്റ് അതിൻ്റെ ഭാരവാഹികളടക്കം ഏകദേശം 4000 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിവിധ മേളകൾ, വിവിധ തരത്തിലുള്ള മേളകൾ അവിടെ നടക്കുമ്പോൾ ആ നാട്ടുകാർക്ക് അതൊരു ഉത്സവമാക്കി മാറ്റുവാനും ശാസ്ത്രമേളയായതുകൊണ്ട് തന്നെ അവിടുത്തെ പന്തൽ നിർമ്മാണവും മറ്റും ഒരു പ്രത്യേക രീതിയിൽ ഓലമടഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഓലമടഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് തായന്നൂരിലുള്ളത്. അതുമാത്രമല്ല, അവിടുത്തെ സ്വാഗത സംഘ രൂപീകരണ യോഗം കഴിഞ്ഞതിന് ശേഷം 10-17 കേന്ദ്രങ്ങളിലായി കുട്ടികൾ വരുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേകം സ്വാഗത സംഘം രൂപീകരിക്കുകയും മറ്റ് സബ് ജില്ലകളിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പങ്കാളിത്തം, ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവിടുത്തെ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അത്ഭുതകരമായൊരു കാര്യമാണ്. നൂറിലധികം ആൾക്കാർ ആ പരിപാടിയിൽ തന്നെ പങ്കെടുക്കുകയും നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ സംഭാവനയുടെ ആരാധ്യ ഗഡു വിതരണമൊക്കെ ആ യോഗത്തിൽ വെച്ചിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ തീർത്തും നാട്ടുപുറത്തുകാരായ കാർഷിക മേഖലയിലുള്ള ആൾക്കാരാണ്. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള സഹകരണം അവരുടെ ഭാഗത്തു നിന്നും നമുക്ക്
ഉണ്ടാകും മറ്റ് പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് താനൂർ സ്കൂൾ നടത്തുമ്പോഴും രാപ്പകൽ ഭക്ഷണ കാര്യത്തിനായാലും ഒക്കെ രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു PTA കമ്മിറ്റി അവിടെയുണ്ട്. അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മളിതിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് മാതൃകാപരമായ പ്രവർത്തനം നമുക്ക് ജില്ലയിൽ തന്നെ എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഈ മേള മാറുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു വിധത്തിൽ സംശയമില്ല. ഹോസ്ദുർഗ് ഉപജില്ലയിലെ 80ഓളം സ്കൂളുകളിൽ നിന്നായി 3000ഓളം കുരുന്നു പ്രതിഭകൾ തങ്ങളുടെ സർഗശേഷിയും കരവിരുതും ഈ മേളയിൽ മാറ്റുരയ്ക്കുന്നു. നവംബർ 7-ാം തീയതി പ്രവൃത്തി പരിചയമേളയും IT മേളയും നടക്കും. 8-ാം തീയതിയാണ് ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര മേളകൾ നടക്കുക. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ് ഈ സ്ഥാപനത്തിലെ കുട്ടികളിൽ ഏറെയും. കേരളത്തിൽ അപൂർവമായി കാണുന്ന 1-ാം തലമുറ കുട്ടികൾ ഏറെയുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി 1-ാം തലമുറ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. മലയോര പ്രദേശത്ത് വിദ്യാലയങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പൊതുവെ കാണപ്പെടുന്നുണ്ട്. ഇത്തരം പരിമിതികൾക്കിടയിലും മികച്ച വിജയം കൈവരിക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നു. SSLC പരീക്ഷയ്ക്ക് 100% വിജയം, ഹോസ്ദുർഗ് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ LSS നേടിയ വിദ്യാലയം എന്ന ഖ്യാതി തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങൾ മാത്രം. സബ് ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന അക്കാദമിക മത്സരങ്ങളിൽ മികവ് കാട്ടാൻ സ്കൂളിന് കഴിയുന്നുണ്ട്. ഈ മികവുകളെ പ്രോത്സാഹിപ്പിക്കാനും രക്ഷിതാക്കളുടെ സാന്നിധ്യവും വൈദഗ്ധ്യവും ഉറപ്പിക്കാനുമുള്ള ഒരവസരമായി ശാസ്ത്രോത്സവം പ്രയോജനപ്പെടുത്തും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ C. രാമകൃഷ്ണൻ, ജോയിന്റ് ജനറൽ കൺവീനർ N. സുധാകര, ട്രഷറർ TM സദാനന്ദൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മുസ്തഫ തായന്നൂർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ കാവുങ്കാൽ നാരായണൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ M. ഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ സരിത S. നായരുടെയും ബിജു രാധാകൃഷ്ണന്റെയും റിമാൻഡ് കാലാവധി ഹോസ്ദുർഗ് കോടതി ഒക്ടോബർ 24 വരെ നീട്ടി. കാഞ്ഞങ്ങാട്ടെ തട്ടിപ്പ് കേസിൽ വ്യാഴാഴ്ച ഇവരെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. മറ്റൊരു കേസിൽ സൗത്ത് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ടതുകൊണ്ട് ഇവരെ കാഞ്ഞങ്ങാട്ട് എത്തിച്ചിരുന്നില്ല. കാക്കനാട് ജയിൽ അധികൃതർ ഹോസ്ദുർഗ് പോലീസ് മുഖേന കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി റിമാൻഡ് നീട്ടിയത്. കാഞ്ഞങ്ങാട് സ്വദേശികളായ 3 പേരിൽ നിന്ന് കാറ്റാടി യന്ത്ര ഏജൻസി നൽകാമെന്ന് പറഞ്ഞ് 1.75 ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. തപാൽ വാരാഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഹോസ്ദുർഗ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിനു വേണ്ടി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അങ്ങനെ ഓരോ പോസ്റ്റ്മാനും തിരിച്ചിരിക്കുന്നത് ബീറ്റ് എന്ന് പറയും. ഓരോ പോസ്റ്റ്മാനും ബീറ്റ് നമ്പർ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ബാഗ് വന്നാൽ മെയിൽ ബാഗ് വന്നാൽ അത് തുറന്നിട്ട് കത്തികളൊക്കെ ഇവിടെ തരംതിരിച്ച് പോകും. അല്ല തരംതിരിച്ച് ഈ പോസ്റ്റ് നമ്മൾ ഇവിടെ ഡെലിവറി ആക്കേണ്ടത് ഇവിടെ പോസ്റ്റർമാർ 8 പേര് കൂടിയിട്ട് അവരവരെ ബീച്ചിൽ കൊണ്ടുപോയി ഇവിടെ തരംതിരിക്കുന്നു ഇവിടെ. അതുപോലെ രജിസ്റ്റേഡ് കത്തുകൾ അതുപോലെ ഉണ്ടാവും, സ്പീഡ് പോസ്റ്റ് കത്തുകൾ ഉണ്ടാവും, മണി ഓർഡർ ഉണ്ടാവും, ഇൻഷൂട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാവും. എല്ലാം ഇവിടെ തരംതിരിച്ച് ഓരോരോ പോസ്റ്റ്മാൻ അവരവരുടെ ബീച്ചിൽ കൊണ്ട് ഡെലിവർ ചെയ്യും. അതാണ് ഇവിടുത്തെ പരിപാടി. കാസർഗോഡ് ജില്ലയാകെ വ്യാപിച്ചു കിടക്കുന്ന കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനിലെ 2 ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഒന്നാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ്, മറ്റേത് കാസർഗോഡാണ്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ 14 സബ് പോസ്റ്റ് ഓഫീസുകളും 92 ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളുമുണ്ട്. സ്ഥലപരിമിതി കാരണം ഇതിന്റെ സേവിംഗ് ബാങ്ക് ബ്രാഞ്ച് റോഡിന് എതിരെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിനു മുകളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 2 കെട്ടിടത്തിനു മുകളിലായി മൊത്തം 40 ജീവനക്കാരാണ് ഉള്ളത്. തെക്ക് കോവൽപ്പള്ളി മുതൽ വടക്ക് കോട്ടച്ചേരി വരെയും പടിഞ്ഞാറ് ഹോസ്ദുർഗ് കടപ്പുറം മുതൽ കിഴക്ക് അതിയാമ്പൂർ വരെയുമാണ് ഈ ഓഫീസിന്റെ പ്രവർത്തന പരിധി. ഇപ്പോഴത്തെ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ നീലേശ്വരം സ്വദേശിയായ TH ബാലചന്ദ്രനാണ്. ഈ തപാൽ വാരാഘോഷം പ്രമാണിച്ചിട്ട് ഈ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഹോസ്ദുർഗ് ഹൈസ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ്, ചെറുതായിട്ടൊരു ക്ലാസ് ഞങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിൽ പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ച പരിഗണനാ വിഷയങ്ങൾ LDF അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താലേഖകരോട് പറഞ്ഞു. സോളാറിൽ സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും പങ്ക് തെളിയിക്കാനല്ല ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. തട്ടിപ്പിന് നേതൃത്വം നൽകിയവർ എന്ന നിലയിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത് തെളിയും. എന്നാൽ കേസിന്റെ പ്രഭവ കേന്ദ്രമായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പങ്ക് പുറത്തുകൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. നിലവിൽ പ്രഖ്യാപിച്ച പരിഗണനാ വിഷയങ്ങളിൽ ഇതു സംബന്ധിച്ച് വ്യക്തതയില്ല. 2001 മുതൽ 6 വരെയുള്ള UDF സർക്കാരിന്റെ അവസാന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേസുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് കിട്ടിയതിനാലാകാം അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഈ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാവില്ല. മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു. ഇനി ഒരു ഇടവേള.
വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം. തിരുവോണാഘോഷം അവിസ്മരണീയമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ന്നു. വെള്ളിയാഴ്ച പവന് 240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവൻ വില 21,680 രൂപയായി. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 2,710 രൂപയിലെത്തി. കഴിഞ്ഞ വാരാന്ത്യത്തിൽ 21,480 രൂപയായി താഴ്ന്ന പവൻ വില ഈ ആഴ്ച ആദ്യ 3 ദിവസം കൊണ്ട് 22,120 രൂപയിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ വ്യാഴാഴ്ച 21,920 രൂപയിലേക്ക് താഴ്ന്നു. വെള്ളിയാഴ്ച കൂടി വില താഴ്ന്നതോടെ 2 ദിവസം കൊണ്ട് 440 രൂപയുടെ ഇടിവാണ് പവൻ വിലയിലുണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന് $1,292.70 ന്യായവിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന സർക്കാരിൻ്റെ പൊതുവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ മഴ നനഞ്ഞും പുഴുവരിച്ചും നശിക്കുന്നു. കൺസ്യൂമർ ഫെഡിന് കീഴിലെ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന നന്മയുടെ പാക്കിംഗ് കേന്ദ്രത്തിൽ നിന്നാണ് ഈ കാഴ്ച. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും 5 വയസ്സുകാരന് നൽകിയ മരുന്നിൽ മാലിന്യം കണ്ടെത്തി. കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ നിന്നും ശാസ്താംകോട്ട പുന്നിമൂട് സ്വദേശി അക്ഷയയ്ക്ക് നൽകിയ സിറപ്പിലാണ് കറുപ്പ് നിറത്തിൽ കൊഴുപ്പ് കൂടിയ അവശിഷ്ടം കണ്ടെത്തിയത്. ആശുപത്രിയിൽ നിന്നും നൽകിയ 3 ബോട്ടിലുകളിൽ ഒരെണ്ണത്തിലാണ് മാലിന്യം കാണപ്പെട്ടത്. കുട്ടിക്ക് നൽകാനായി തുറന്നപ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുകയും കുടിക്കാൻ മടി കാണിക്കുകയും ചെയ്തു. കൂടുതൽ ശ്രമിച്ചപ്പോഴാണ് മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടർ റോയിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രി ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത സിറപ്പിലാണ് മാലിന്യം കാണപ്പെട്ടത്. 2012 നിർമ്മിച്ച മരുന്നിന്റെ കാലാവധി 2014 വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും പിതാവ് സുനിൽകുമാർ പറഞ്ഞു. കഫക്കെട്ടിൻ്റെ അസുഖം കൂടുകയും നേരെ ഇവിടുന്ന് വിക്ടോറിയ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ റോയ് ഡോക്ടറാണ് മോനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു 3 ടിന്ന് മരുന്ന് എഴുതി. എൻ്റെ പേര് അത് 2 ബോട്ടിൽ മോൻ ഉപയോഗിച്ചു. 3ാമത്തെ ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റായി. വളരെ വലിയ ഗന്ധം. അപ്പോൾ അത് എന്നെ കാണിക്കും. ഞാനത് നോക്കിയപ്പോൾ നമുക്കത് മണപ്പിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഗന്ധമാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങളത് വിശദമായിട്ട് നോക്കിയപ്പോൾ എന്തോ ഇതിൻ്റെ അവശിഷ്ടം അതിൽ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു. അവരത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനത് പരാതി കൊടുക്കാനായിട്ടുള്ള തീരുമാനമാണ്. ചട്ടഞ്ചാലിലെയും ഉപ്പളയിലെയും 2 പ്രമുഖരുടെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന 2,800 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ടെത്തി പോലീസ് പിടിയിലായ അന്തർ സംസ്ഥാന കൊട്ടേഷൻ സംഘത്തെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച ടേംസ് ഓഫ് റഫറൻസിൽ തീരുമാനമായി. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള നവംബർ 7-8 തീയതികളിൽ തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സ്വർണ്ണവില തുടർച്ചയായ 2ാം ദിവസവും താഴ്ന്നു. വെള്ളിയാഴ്ച പവന് 240 രൂപ കുറഞ്ഞ് 21,680 രൂപയിലെത്തി. സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായരുടെയും ബിജുവിന്റെയും റിമാൻഡ് കാലാവധി ഹോസ്ദുർഗ് കോടതി ഒക്ടോബർ 24 വരെ നീട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.